ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് അഡ്വക്കേറ്റ് മഹേഷ് റാം സാറിനെയാണ്, പത്തനംതിട്ടയിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ. നമസ്കാരം അഡ്വക്കേറ്റ് മഹേഷ് റാം സാർ. നമസ്കാരം. ഈ നമ്മുടെ കഴിഞ്ഞ സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ മൊത്തമായിട്ട് പരാജയമായിരുന്നു. അവരെ പിന്നീട് ഇടതുപക്ഷം LDF എന്തുകൊണ്ട് അധികാരത്തിലേറിയില്ല? അതിന്റെ ഉത്തരവാദി ഈ പിണറായി വിജയന് മാത്രമാണോ അതോ മൊത്തം LDFനും ഒരു പിഴവാണോ? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ജനങ്ങൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു പിണറായി വിരുദ്ധ തരംഗമാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടുള്ള ഒരു വിരോധമാണോ എന്ന് ഈ അവസരത്തിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷ അനുഭാവികളും ഇപ്രാവശ്യം UDFനാണ് വോട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മൊത്തത്തിലൊരു തകർച്ച ഈ പ്രാവശ്യം വന്നു എന്നുള്ളത് സത്യമാണ്. ഇനി അത് തിരിച്ചു വരുന്ന കാര്യത്തിൽ ഉത്തരവാദി ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ നയിച്ച ആള് തന്നെയാണ്. പേര് പറഞ്ഞു. അതെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉള്ള ആ ഒരു സമീപനം, അതെ അതായത് ഈ ഇദ്ദേഹത്തിന്റെ സമീപനം, ജനങ്ങളോടുള്ള ആ സമീപനം അത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. കാരണം ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പം ഒരു IAS IPS ഒക്കെ നേടിയെടുത്ത് ഉണ്ടാക്കിയ ഒരു പദവിയല്ല മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഒരു സർവന്റാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അപ്പോൾ ആ ജനപ്രതിനിധി ആ മര്യാദ എന്ന് പറയുന്നത് ജനങ്ങളോട് എപ്പോഴും സംസാരിക്കുമ്പോഴും, വേദിയിൽ സംസാരിക്കുമ്പോഴും, അത് അണികളോട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോഴും, പബ്ലിക്കിൽ സംസാരിക്കുമ്പോഴും അത് അതിനൊരു മാന്യത പുലർത്തണം. പക്ഷേങ്കിൽ അദ്ദേഹത്തിനെ തിരുത്താൻ ആരും ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ UDF അധികാരത്തിലേറിയ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് പഴയതുപോലെ ഇവരെ കൂട്ടയടി ആയിരിക്കുമോ? ഇവർ നന്നായിട്ട് ഭരിക്കുമോ? ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? ഇതിനകത്ത് ഇപ്പോൾ 3 പേരുടെ പേരാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. KC വേണുഗോപാൽ, ചെന്നിത്തല, സതീശൻ. പക്ഷേ ഇതിനകത്ത് മത്സരിച്ച് ജയിച്ച 2 പേർക്കാണ് സത്യത്തിൽ പ്രാധാന്യം ജനങ്ങൾ കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ രമേശ് ചെന്നിത്തലയ്ക്കും ഇവര് 2 പേരും. പക്ഷേ KC വേണുഗോപാലേ കേന്ദ്രത്തിൽ KC വേണുഗോപാൽ അല്ല, KC വേണുഗോപാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആലപ്പുഴയിൽ പാർലമെന്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരും, അതുപോലെ തന്നെ നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പിൽ എത്രത്തോളം അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ ആലോചിച്ചൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ യോഗ്യനാരാണെന്ന് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിൽ 3-ൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.